ഇന്നലെ രാത്രി ഒരുപക്ഷെ നമ്മൾ അറിയാതെ പോയ ഒരു വലിയ അപകടത്തെക്കുറിച്ചാണ് ഈ വാർത്ത. നമ്മുടെ രാജ്യം ഒരു വൻ ദുരന്തത്തിന്റെ വക്കിൽ നിന്ന് ഭാഗ്യത്തിന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു നിമിഷം. ഒരു സാധാരണ അതിർത്തി മുന്നറിയിപ്പ് എന്ന് തോന്നിച്ച ഒരു കാര്യം വാസ്തവത്തിൽ ഒരു വലിയ ഭീഷണിയുടെ തന്നെ ചുരുളഴിക്കുകയായിരുന്നു. രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇതൊരു ചെറിയ സംഭവമായിരുന്നില്ല. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഭീകരർ അതീവ ശ്രദ്ധയോടെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു നുഴഞ്ഞുകയറ്റ ശ്രമമായിരുന്നു അത്. ഒരുപക്ഷെ ആ ഒരു നിർണായക നീക്കം അപ്പോൾ നടന്നില്ലായിരുന്നെങ്കിൽ ജമ്മു കാശ്മീരിനപ്പുറം നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമായിരുന്നു. ജമ്മു കാശ്മീരിലെ പൂഞ്ച് സെക്ടറിലെ നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ സുരക്ഷാ സേന നടത്തിയ ശ്രദ്ധേയമായ നീക്കത്തിൽ ഒരു പ്രധാന നുഴഞ്ഞുകയറ്റ ശ്രമമാണ് വിജയകരമായി തകർത്തെറിഞ്ഞത്. ഇതിലൂടെ മേഖലയിൽ ഉണ്ടായേക്കാവുന്ന ഒരു വലിയ ഭീകരാക്രമണ സാധ്യതയാണ് ഒഴിവാക്കപ്പെട്ടത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി വൈകിയാണ് ഈ സുപ്രധാന ഓപ്പറേഷൻ നടന്നത്. ഇരുട്ടിന്റെയും ഇടതൂർന്ന വനത്തിന്റെയും മറവിൽ LOCക്ക് കുറുകെ സംശയാസ്പദമായ നീക്കം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ജാഗരൂകരായിരുന്ന സൈനികർ പ്രതികരിച്ചു. അതിവേഗത്തിലുള്ള നിരീക്ഷണവും പ്രതിരോധ നടപടികളും ഭീഷണി ഉടനടി തടയാൻ സഹായിച്ചു. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് സൈന്യം നുഴഞ്ഞുകയറ്റക്കാർക്ക് വെല്ലുവിളി ഉയർത്തുകയും തുടർന്ന് ഒരു നേരിയ വെടിവെപ്പ് നടക്കുകയും ചെയ്തു. ഇന്ത്യൻ ഭാഗത്ത് ഒരു ജീവഹാനിയും ഇല്ലാതെ കൃത്യതയോടെയാണ് ഓപ്പറേഷൻ പൂർത്തിയാക്കിയത്. കുറഞ്ഞത് 3 സംശയിക്കപ്പെടുന്ന ഭീകരരെങ്കിലും കീഴടങ്ങാൻ നിർബന്ധിതരായിട്ടുണ്ട്. ഇതോടെ ആളപായമില്ലാതെ തന്നെ അതിർത്തിയിലെ സുരക്ഷാ ഭീഷണി പൂർണ്ണമായും നിർവീര്യമാക്കി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ സുരക്ഷാ സേന വൻതോതിലുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. ഇവയിൽ 2 AK-47 റൈഫിളുകൾ, 3 പിസ്റ്റളുകൾ, ധാരാളം വെടിക്കോപ്പുകൾ, സാറ്റലൈറ്റ് ഫോണുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇതോടൊപ്പം ഒരു വലിയ അളവിൽ മയക്കുമരുന്നുകളും കണ്ടെടുത്തത് ഈ നുഴഞ്ഞുകയറ്റ ശ്രമത്തിന് ഒരു ഇരട്ട ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിനോടൊപ്പം തന്നെ മയക്കുമരുന്ന് കടത്തിലൂടെ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം കണ്ടെത്തുക ഇന്ത്യയുടെ അതിർത്തികളിൽ നിലനിൽക്കുന്ന ഒരു ബഹുമുഖമായ ഭീഷണിയാണ് ഈ കണ്ടെത്തലുകൾ ഇപ്പോൾ എടുത്തു കാണിക്കുന്നത്. ഈ വിജയം ഇന്ത്യ അതിർത്തികളിൽ നിലനിർത്തുന്ന ശക്തമായ ജാഗ്രതയാണ് പ്രതിഫലിപ്പിക്കുന്നത്. സൈന്യവും BSFും രഹസ്യാന്വേഷണ വിവരങ്ങൾ, ഭൂപ്രദേശ നിയന്ത്രണം, തത്സമയ ഏകോപനം എന്നിവ ഉപയോഗിച്ച് നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ തകർക്കുന്നതിൽ രാവും പകലും ജാഗ്രത പുലർത്തുന്നു. കീഴടങ്ങിയ പ്രതികളെ ചോദ്യം ചെയ്യലിനായി സിവിൽ പോലീസ് അധികാരികൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇവരെ കൈകാര്യം ചെയ്യുന്നവരെ തിരിച്ചറിയുന്നതിനും അതിർത്തി കടന്നുള്ള ഭീകര ശൃംഖലയെ തകർക്കുന്നതിനും വേണ്ടിയുള്ള വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. ഇന്ത്യയുടെ അതിർത്തികൾ സുരക്ഷിതമാണ്. സുരക്ഷാ സേന എല്ലായ്പ്പോഴും ജാഗ്രതയോടെയും സജ്ജമായും നിലകൊള്ളുന്നു. ദേശീയ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന ഏതു ഭീഷണിയും നിർണായകമായ നടപടികളോടെ നേരിടുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.